അങ്ങനെ ദേവ്യാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്ന കാര്യം ആദർശന് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ ജീവൻ രക്ഷിച്ച നയനമോൾക്ക് വേണ്ടി 1 കോടി രൂപ നൽകാൻ തീരുമാനിക്കുകയാണ് ദേവ്യാനി. അങ്ങനെ ദേവ്യാനി ആദർശിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മോനെ, നയനമോൾക്ക് ഈ ചെക്ക് ഞാൻ കൊടുത്താൽ വാങ്ങുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്കിൽ പോയിട്ട് കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ നയനമോൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന 1 കോടി രൂപയാണ് എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ, നയന ഈ പണം സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്കറിയാം മോനെ, അതുകൊണ്ട് ഞാൻ ഈ പണം നയനമോൾക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പണവുമായിട്ട് നയനമോളുടെ വീട്ടിൽ ചെന്ന് കനകദുർഗയും ഗോവിന്ദനെയും ഏൽപ്പിക്കാൻ പോവുകയാണ്. ഈ പണം കൊണ്ട് അവർ പുതിയ വീട് വാങ്ങുകയോ അല്ലെങ്കിൽ നന്ദുവിൻ്റെ വിവാഹം നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്തായാലും ഞാൻ ഈ പണം നയനമോൾക്ക് വേണ്ടി കരുതി വെച്ചതാണ് എന്നും ദേവ്യാനി പറയുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി ആ പണം തൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നാൽ ദേവ്യാനി ആദർശം സംസാരിക്കുന്നതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അനാമിക. അപ്പോൾ വല്യമ്മ ആ നയനയുടെ വീട്ടുകാരെ സഹായിക്കാൻ തുടങ്ങിയല്ലേ? വല്യമ്മയെ കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. വല്യമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. വല്യമ്മ അവളുടെ വീട്ടുകാരെ സഹായിക്കാൻ തുടങ്ങി. ഒരിക്കലും ഈ പണം അവളുടെ വീട്ടിലെത്തരുത്. 1 കോടി രൂപ കിട്ടുമ്പോഴേക്കും അവളുടെ കുടുംബം രക്ഷപ്പെടും. ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനാമിക ദേവ്യാനിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അനാമിക പോയി നോക്കുന്ന സമയത്ത് ദേവ്യാനി അവിടെ എങ്ങും കാണുന്നില്ല. അങ്ങനെ അനാമിക മനസ്സിൽ പറയുന്നുണ്ട്, വല്യമ്മ കുളിക്കാൻ പോയി എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് പറ്റിയ സമയം. അങ്ങനെ അനാമിക പണപ്പെട്ടി ദേവ്യാനിയുടെ റൂമിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക വേഗം തന്നെ ആ പണം എടുത്ത് തൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. എന്നാൽ അനാമിക പണം എടുത്ത് പോകുന്നത് അഭി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അഭി ഈ കാര്യങ്ങളെല്ലാം ജലജയോട് ചൂടോട് കൂടി തന്നെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ജലജ പറയുന്നുണ്ട്, അനാമിക പെരും കളിയാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായതാണ്. ഇത്രയും കാലം ഈ വീട്ടിൽ താമസിച്ചിട്ട് 1 കോടി രൂപ പോയിട്ട് 1 രൂപ പോലും നമുക്ക് ഇവിടെ നിന്ന് മോഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതെ അമ്മേ, ഇതെന്ത് വില കൊടുത്തും തടയണം. നമുക്ക് കിട്ടേണ്ട പണമാണ് ഇന്നലെ വന്നവർ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ പണം ആ അനാമികയുടെ കയ്യിൽ നിന്ന് നമുക്ക് അടിച്ചു മാറ്റണം എന്ന് ജലജ പറയുന്നുണ്ട്. അനാമികയാണെങ്കിൽ ഇത്രയും പണം കിട്ടിയ സന്തോഷത്തിൽ തൻ്റെ അമ്മയെ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്ത് ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രേവതിയെ വിളിച്ച് അനാമിക കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അമ്മേ, നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരാൻ പോവുകയാണ്. നയനയുടെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി 1 കോടി രൂപ വല്യമ്മ ഇവിടെ കൊണ്ടുവച്ചിരുന്നു. വല്യമ്മ റൂമിൽ ഇല്ലാത്ത സമയത്ത് ആ 1 കോടി രൂപ ഞാൻ അടിച്ചു മാറ്റി അമ്മേ. അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. പണവുമായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് എത്താം എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. ഇത് കേൾക്കുന്ന സമയത്ത് രേവതിക്ക് വല്ലാത്ത സന്തോഷമാകുന്നുണ്ട്. എൻ്റെ മോൾ പറയുന്നതൊക്കെ സത്യമാണോ? ഒരുപാട് കാലമായിട്ട് ഈ അമ്മ ആഗ്രഹിച്ച കാര്യമാണ് മോളിപ്പോൾ നടത്തി തന്നത്. ഇതറിഞ്ഞാൽ നിന്റെ അച്ഛൻ എന്തായാലും സന്തോഷിക്കും. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും എന്നൊക്കെ പറയുകയാണ് രേവതി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മേ, ഞാൻ ഈ പണവുമായിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് വരാം. വേണ്ട മോളിപ്പോൾ ആ പണവുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. ആ പണവുമായിട്ട് നീ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയുള്ളവർക്ക് നിന്നെ സംശയം തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അനന്തപുരിയിലേക്ക് വരാം. എന്നിട്ട് ആ പണവുമായിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നോളാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്ക് അനാമിക റൂമിലില്ല എന്ന് മനസ്സിലാക്കി അഭി ആ പണവുമായിട്ട് തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജലജയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. എന്നാലും മോനെ ഈ പണം ഇവിടെ സൂക്ഷിക്കേണ്ട. പണമില്ല എന്ന് ഇവിടെ എല്ലാവരും അറിയുമ്പോൾ നിന്റെ ഭാര്യ വന്നിട്ട് നിന്നെ കള്ളനാക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പണം നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയിട്. അപ്പോൾ പിന്നെ നമ്മളെ ആരും സംശയിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ജലജ. അങ്ങനെ അഭി ആ പണവുമായിട്ട് അവിടെ നിന്ന് ബാങ്കിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. ഇതേ സമയം ദേവ്യാനി കുളി കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് താൻ അവിടെ വെച്ചിരുന്ന പണം കാണുന്നില്ല. പണം കാണാത്തത് കൊണ്ട് ദേവ്യാനി ആകെ ടെൻഷൻ ആകുന്നുണ്ട്. മോനെ ആദർശേ, നീ കണ്ടിരുന്നോ? അവൻ നയനമോൾക്ക് വേണ്ടി കരുതി വെച്ച ആ 1 കോടി രൂപ ഇവിടെ കാണുന്നില്ല മോനെ. ആ പണം ഉണ്ടായിരുന്ന ബാഗ് ഞാൻ ടേബിളിൽ വെച്ച് കുളിക്കാൻ പോയതായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ ബാഗ് അവിടെ കാണുന്നില്ല. അമ്മേ, ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നതായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അമ്മേ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ആ സമയമാണ് ജയൻ അങ്ങോട്ട് വരുന്നത്. ജിയേട്ട ഇവിടെ നിന്ന് പണം എടുത്തിരുന്നു എന്ന് ചോദിക്കുകയാണ് ദേവ്യാനി. ഇല്ലല്ലോ ദേവ്യാനി, ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ. ഈ നയനമോളുടെ വീട്ടുകാരെ സഹായിക്കാൻ തീരുമാനിച്ച കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല ദേവ്യാനി. എന്തായാലും നീ നയനമോളുടെ വീട്ടുകാരെ സഹായിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ ജയൻ പറയുന്ന സമയത്താണ് അങ്ങോട്ട് നയന വരുന്നത്. എന്തിനാണ് അമ്മേ എൻ്റെ വീട്ടുകാരെ അമ്മ സഹായിക്കാൻ നോക്കിയത്? അതുകൊണ്ടല്ല അമ്മയ്ക്ക് പണം പോലും നഷ്ടപ്പെട്ടത് എന്നൊക്കെ നയന പറയുന്ന സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട്, മോളെ, ഞാൻ എന്തെങ്കിലും മനസ്സിൽ തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. എൻ്റെ മരുമകളുടെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് മോളെ? എന്നാൽ ഇതേ സമയത്താണ് അനാമികയുടെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങാൻ വേണ്ടി രേവതി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ രേവതി വന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോളെ, ആർക്കും നിന്നെ സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ക്യാഷ് നിന്റെ റൂമിൽ തന്നെ ഇല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത്, അതേ അമ്മേ, വല്യമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ആ പണം എൻ്റെ റൂമിലുണ്ട്. നയനിയുടെ വീട്ടുകാരെ വല്യമ്മ സഹായിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അനാമിക.
എന്നാൽ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ തൊട്ട് പിറകെ നിന്ന് ദേവ്യാനി കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രേവതി പറയുന്നുണ്ട്, വാ മോളെ, നമുക്ക് നിന്റെ റൂമിലേക്ക് പോകാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ പണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഇവിടെയുള്ളവർ നമ്മളെ പ്രതിയാക്കും എന്നൊക്കെ പറഞ്ഞ് രേവതി അനാമികയും തിരിഞ്ഞു നടക്കാൻ നോക്കുന്ന സമയത്ത് അവർ ദേവ്യാനിയെ കാണുന്നുണ്ട്. ദേവ്യാനിയെ കാണുന്ന സമയത്ത് രണ്ടുപേരും ആകെ അങ്ങ് പകച്ചു നിന്ന് പോവുകയാണ്. ആ സമയം ദേവ്യാനി ചോദിക്കുന്നുണ്ട്, ആരുടെ കാര്യമാണ് രേവതി നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്? 1 കോടി രൂപയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നത് കേട്ടല്ലോ എന്നൊക്കെ ദേവ്യാനി ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ വല്യമ്മേ, എൻ്റെ അച്ഛൻ 1 കോടി രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത് എന്നൊക്കെ അനാമിക കള്ളം പറയുകയാണ്. അപ്പോഴേക്കും ദേവ്യാനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എടി, നുണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ല എന്ന് നീ കരുതിയോ? നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്റെ മരുമകളുടെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ച പണമാണത്. ഞാൻ കുളിക്കാൻ പോയ സമയത്ത് നീയാണല്ലേ അനാമികയെ എന്റെ പണം അടിച്ചു മാറ്റിയത്. ഇപ്പോൾ തന്നെ ഞാൻ ഇക്കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദേവ്യാനി അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് അനാമികയ്ക്ക് അങ്ങ് വല്ലാതെ ആകുന്നുണ്ട്. അത് പിന്നെ വല്യമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഒരു പ്രാവശ്യത്തേക്ക് വല്യമ്മ ഒന്ന് മാപ്പാക്കണം. ഞാൻ ഈ പണം മോഷ്ടിച്ച കാര്യം വല്യമ്മ ആരോടും പറയരുത്. ഞാൻ മോഷ്ടിച്ച കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എന്നെ ബഹുമാനിക്കുകയോ എനിക്കൊരു വില തരികയോ ചെയ്യില്ല. ഈ ഒരു കാര്യം അനി അറിഞ്ഞാൽ ഒരിക്കലും എന്നെ ഭാര്യയായി സ്വീകരിക്കില്ല. അനിയെ സ്വന്തം മകനെ പോലെയല്ലേ വല്യമ്മ കാണുന്നത്. അതുകൊണ്ട് തന്നെ അനിയുടെ ഭാവി ആലോചിച്ചെങ്കിലും വല്യമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനിയുടെ കാല് പിടിക്കുകയാണ് അനാമിക. എനിക്ക് വല്യമ്മയുടെ പണം വേണ്ട, ഞാൻ അത് എടുത്തതുപോലെ തന്നെ വല്യമ്മയുടെ റൂമിൽ കൊണ്ടുവച്ചോളാം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. എന്നാൽ അനാമിക അങ്ങനെ കേണാൻ അപേക്ഷിക്കുന്ന സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട്, ശരി, ഞാൻ സമ്മതിച്ചു. അത് നിന്റെ കള്ളക്കണ്ണീര് കണ്ടിട്ടല്ല, ഞാൻ എൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന അനിയുടെ ഭാര്യയായി പോയി നീ. അല്ലെങ്കിൽ ഇക്കാര്യം ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരെയും അറിയിച്ച് നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേനെ എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട്. അങ്ങനെ അനാമിക മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ഇത്തവണ രക്ഷപ്പെട്ടു. അമ്മ ഇങ്ങോട്ട് വന്നതാണ് കുഴപ്പമായത്. ഈ പണം നമ്മുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞതല്ലേ, അമ്മയല്ലേ സമ്മതിക്കാതിരുന്നത്. അത് പിന്നെ മോളെ, നിന്റെ വല്യമ്മയ്ക്ക് ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താണ് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. മോൾ ഇപ്പോൾ തന്നെ ആ പണം പോയി ആ ദേവ്യാൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചേക്ക് എന്നൊക്കെ പറയുകയാണ് രേവതി. അങ്ങനെ അനാമിക നേരെ റൂമിൽ പോയി നോക്കുന്ന സമയത്ത് താൻ വെച്ച സ്ഥാനത്ത് ആ പണം കാണുന്നില്ല. അങ്ങനെ അനാമിക റൂം കംപ്ലീറ്റ് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ആ പണം കാണുന്നില്ല. അനാമിക ആകെ ടെൻഷനോട് കൂടി രേവതിയോട് പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ഞാൻ ഇവിടെ വെച്ച പണം കാണുന്നില്ലല്ലോ. പണം ആരോ മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിവിടെ വല്യമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ആരോ വന്ന് പണം കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കിത് ആലോചിച്ച് ആകെ ടെൻഷൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ കുറേ നേരമായിട്ട് അനാമികയെ കാണാത്തത് കൊണ്ട് ആകെ കാലിത്തുള്ളി നിൽക്കുകയാണ് ദേവ്യാനി. അങ്ങനെ ആകെ ദേഷ്യത്തോടെ ദേവ്യാനി അനാമികയുടെ റൂമിൽ ചെന്ന് പറയുന്നുണ്ട്, എവിടെടി എൻ്റെ പണം എവിടെ? നീ എന്താണ് പണം കൊണ്ടുവരാത്തത്? എന്നോട് അല്പം കരുണ കാട്ടി എന്ന് കരുതി എൻ്റെ തലയിൽ കയറുകയാണോ? എന്നോട് പണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ പിടിച്ച് വലിച്ച് ദേവ്യാനി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് പിന്നെ വല്യമ്മ, എൻ്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. ഞാൻ വല്യമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ആരോ വന്ന് ആ പണം മോഷ്ടിച്ച് കൊണ്ടുപോയി. ഇത് കേട്ടതും ദേഷ്യം സഹിക്കാനാകാത്ത ദേവ്യാനി അനാമികയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, എടി, മുഖത്ത് നോക്കി കള്ളം പറയുകയാണോ? ഈ വീട്ടിൽ നീയും നിൻ്റെ അമ്മയും അല്ലാതെ ആരും മോഷ്ടിക്കാറില്ല. ആ സമയം എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ജയൻ ചോദിക്കുന്നുണ്ട്, ദേവ്യാനി, നീ എന്താണ് കാണിക്കുന്നത്? നീ എന്തിനാണ് അനാമിക മോളെ അടിക്കുന്നത്? നീ അനാമിക മോളെ അടിക്കുന്നത് ജാനകിയെ കണ്ടാലുണ്ടല്ലോ, അവൾ നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, ജയേട്ടാ, ഞാൻ അനാമികയെ അടിച്ചതിന് ഒരു കാരണമുണ്ട്. എൻ്റെ 1 കോടി രൂപ റൂമിൽ നിന്ന് നഷ്ടമായി. അത് മോഷ്ടിച്ചത് ഈ നിൽക്കുന്ന അനാമികയാണ്. ഇത് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. ഏട്ടത്തി പറഞ്ഞതൊക്കെ ശരിയാണോ? നീയാണോ ഏട്ടത്തിയുടെ റൂമിൽ നിന്ന് 1 കോടി രൂപ മോഷ്ടിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി. അനാമികയാണെങ്കിൽ ആകെ നാണം കെട്ട് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അങ്ങനെ ജാനകി വീണ്ടും ചോദിക്കുന്ന സമയത്ത്, അത് പിന്നെ അമ്മേ, ഞാൻ വല്യമ്മയുടെ റൂമിൽ നിന്ന് പണം എടുത്തതാണ്. അങ്ങനെ ഞാൻ ആ പണം എൻ്റെ റൂമിൽ കൊണ്ടുവച്ചു. പക്ഷെ ഞാൻ വല്യമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ആരും ആ പണം എൻ്റെ റൂമിൽ നിന്ന് മോഷ്ടിച്ചു. അതാണ് ഉണ്ടായത് അമ്മേ. അമ്മ എന്നൊന്ന് വിശ്വസിക്കി. നീ മോഷ്ടിച്ചു അല്ലേ? നീ ഏട്ടത്തിയുടെ റൂമിൽ നിന്ന് പണം മോഷ്ടിച്ചു അല്ലേ? അങ്ങനെ ജാനകി ദേഷ്യം സഹിക്കാനാകാതെ അനാമികയുടെ നേരെ വരുന്നുണ്ട്. എന്നിട്ട് അനാമികയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എടി, നീ പണം മോഷ്ടിച്ചതും പോരാ, എന്നിട്ട് കള്ളം പറയുകയാണോ? നീ എൻ്റെ മോൻ്റെ ഭാര്യയാണെങ്കിൽ ഏട്ടത്തിയുടെ പണം അവിടെ എന്തായാലും തിരിച്ചു വെക്കണം. അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനമുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് ജാനകി. എന്നാൽ ജാനകിയുടെ വാക്കുകൾ കേട്ട് രേവതിക്ക് അനാമികയ്ക്കും വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, എൻ്റെ മോള് പറഞ്ഞത് സത്യമാണ്. മോളുടെ റൂമിൽ നിന്ന് ആരോ പണം മോഷ്ടിച്ചു. എനിക്ക് ഈ നവ്യയാണ് സംശയം. അവൾ ഗർഭിണിയാണെന്നൊന്നും നോക്കണ്ട. അവളെ നന്നായിട്ടൊന്ന് പെരുമാറിയാൽ സത്യം പുറത്തു വരും എന്നൊക്കെ പറയുകയാണ് രേവതി. ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇതേ പെണ്ണുമ്പിള്ളേ, ഇല്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് പണത്തിനോടൊക്കെ ആർത്തി ഉണ്ടായിരുന്നു, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞാണ് വലുത്. എൻ്റെ കുഞ്ഞും എൻ്റെ കുടുംബവുമാണ് എനിക്ക് വലുത് എന്നൊക്കെ പറയുകയാണ് നവ്യ. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് അങ്ങ് പേടിയാകുന്നുണ്ട്. ഈ അവസരത്തെ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്.
അല്ലെങ്കിൽ ഞാനും എൻ്റെ മോനും പ്രതിയാകും. അനാമികയുടെ റൂമിൽ കയറി എൻ്റെ മോനാണ് പണം എടുത്തത് എന്ന് എല്ലാവരും അറിയും. അതുകൊണ്ട് മിണ്ടാതിരിക്കാം, അതാണ് നല്ലത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ജലജ. ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ പണം കിട്ടിയേ മതിയാവൂ, അല്ലെങ്കിൽ അനാമികയും രേവതി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല. എൻ്റെ വീട്ടുകാർ എനിക്ക് തന്ന ക്യാഷാണത്, എൻ്റെ അച്ഛൻ സമ്പാദിച്ച പണം. അതെന്തായാലും ഇന്നലെ കയറി വന്നവൾക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. എനിക്ക് കരൾ തന്ന കുട്ടിയുണ്ട്, അവൾക്കുള്ളതാണ് ആ പണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ പണം എനിക്ക് തിരിച്ചു കിട്ടിയേ മതിയാകൂ. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. അനാമിക മോളെ, എത്രയും പെട്ടെന്ന് തന്നെ ആ പണം നീ ദേവ്യാനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. ദേവ്യാനിയുടെ വീട്ടുകാർ ദേവ്യാനിക്ക് കൊടുത്ത പണമാണിത്, അത് നിനക്ക് എന്ത് അവകാശമാണുള്ളത്? അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, സത്യമാണ് മുത്തശ്ശി ഞാൻ പറയുന്നത്. വല്യമ്മയുടെ റൂമിൽ നിന്ന് ആ പണം ഞാൻ എടുത്തതാണ്, അത് ശരിയാണ്. പക്ഷേ എൻ്റെ റൂമിൽ വെച്ച സമയത്ത് ആരോ അത് എടുത്തു കൊണ്ടുപോയി, ആരോ മോഷ്ടിച്ചു എന്നൊക്കെ പറയുകയാണ് അനാമിക. ആ സമയം രേവതി പറയുന്നുണ്ട്, ആ പണം ആരെടുത്താലും അവർക്ക് ഒരിക്കലും ഗതി പിടിക്കില്ല, അവർ ഇതിനനുഭവിക്കും. ഇതെല്ലാം കേട്ട് ആകെ വല്ലാതെ നിൽക്കുകയാണ് അഭിയും ജലജയും. അങ്ങനെ ദേവ്യാനി മുത്തശ്ശനോട് പറയുന്നുണ്ട്, അനാമികയാണ് എൻ്റെ റൂമിൽ കയറി പണം മോഷ്ടിച്ചത്. ആ പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് രേവതി ഇങ്ങോട്ട് വന്നത്. അവർ സംസാരിക്കുന്നവരെ ഞാൻ കേട്ടതാണ്. ഇവരെനിക്ക് പണം തിരികെ തരാം എന്ന് പറഞ്ഞത് കൊണ്ട് അനിയുടെ ഭാവി ആലോചിച്ച് ഇവരെ രക്ഷിക്കാൻ തീരുമാനിച്ചതാണ് ഞാൻ. അച്ഛ, അനാമിക എന്നെ ചതിച്ചു. ഇവളെ പണം തരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ആദർശേ 1-2 രൂപയല്ല അനാമിക മോഷ്ടിച്ചത്, 1 കോടി രൂപയാണ്. അതെനിക്ക് എൻ്റെ അച്ഛൻ തന്ന പണമാണ്, അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ പോലീസിനെ വിളിക്കണം എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവ്യാനി കടുത്ത തീരുമാനങ്ങളെല്ലാം എടുക്കാൻ വരട്ടെ. അനന്തപുരിയിലെ ഇളയ മരുമകൾ മോഷ്ടിക്കുമെന്ന് പുറംലോകം അറിഞ്ഞാൽ അത് നമുക്കാണ് നാണക്കേട്. ഈ ഒരു കാര്യം പുറംലോകം അറിഞ്ഞാൽ നമ്മുടെ തറവാടിൻ്റെ അന്തസ്സാണ് ഇല്ലാതാകാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു അവസരം കൂടി നീ അനാമികയ്ക്ക് കൊടുക്കണം. 24 മണിക്കൂറിനുള്ളിൽ ആ പണം അനാമിക ദേവ്യാനിയുടെ റൂമിൽ കൊണ്ടുവയ്ക്കണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അങ്ങനെ അനാമിക ചെയ്തിട്ടില്ല എങ്കിൽ ഞാനായിരിക്കും അനാമികയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അതുകൊണ്ട് മര്യാദയ്ക്ക് പണം തിരിച്ചു കൊടുക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി അനാമികയോട് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിനക്കൊരു ദിവസത്തെ സമയം തരുന്നത്. നീ ആ പണം അവിടെ കൊണ്ടുവച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ പോലീസിനെ വിളിക്കും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ജാനകിക്ക് അങ്ങ് വല്ലാതെയാകുന്നുണ്ട്. ഇത്രയും കാലം തലയിൽ വെച്ച് കൊണ്ടു നടന്നതാണ് അനാമികയെ. അങ്ങനെ ജാനകി ദേഷ്യം വന്നുകൊണ്ട് അനാമികയോട് പറയുന്നുണ്ട്, എടി നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ? നീ ഒരു കത്തിയെടുത്ത് എൻ്റെ നെഞ്ചത്ത് അങ്ങ് കുത്തി കയറ്റ്. നീ കാരണം എല്ലാവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ് എനിക്ക് എൻ്റെ മോനും. അങ്ങനെ ജാനകിക്ക് ദേഷ്യം സഹിക്കാതെ അനാമികയുടെ മുഖത്ത് വീണ്ടും വീണ്ടും ആഞ്ഞടിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അജയ് അങ്ങോട്ട് വരുന്നുണ്ട്. ജാനകി വേണ്ട, അവൾക്ക് ആവശ്യത്തിന് ദേവ്യാനി തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. നീ ഒരൊറ്റ ഒരുത്തി കാരണമാണ് അനാമിക ഇങ്ങോട്ട് മരുമകളായി കയറി വന്നത്, അതുകൊണ്ട് നീ ഇതിനെ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ അനിയുടെ അച്ഛനും അമ്മയും തന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് ആകെ വിങ്ങിപ്പൊട്ടി കരയുകയാണ് അനാമിക. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം അനാമിക രേവതിയോട് പറയുന്നുണ്ട്, അമ്മേ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ പണം വല്യമ്മയുടെ റൂമിൽ കൊണ്ടുവയ്ക്കാതെ ഒരു നിവൃത്തിയുമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ പണമില്ല, അച്ഛൻ്റെ അടുത്ത് ഇത്ര പണമൊന്നും കാണാൻ വഴിയില്ല. അനിയുടെ അമ്മ പോലും എന്നെ പെരുങ്കള്ളിയായിട്ടാണ് കാണുന്നത്. അമ്മേ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അമ്മ അച്ഛനോട് ഇക്കാര്യം വിളിച്ച് പറയണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അബിയുടെയും ജലജയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ നിൽക്കുകയാണോ? അനാമികയുടെ റൂമിൽ കയറി ആ പണം മോഷ്ടിച്ചത് നീയും നിൻ്റെ അമ്മയുമായിരിക്കും. അനാമിക കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കള്ളം ചെയ്യുന്നത് നീയും നിൻ്റെ അമ്മയുമാണ്. ആ പണം എൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വല്യമ്മ അവിടെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് ആ പണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരും വല്യമ്മയുടെ റൂമിൽ കൊണ്ടുവച്ചേ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് മോഷ്ടിച്ച വീഡിയോ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുകയാണ് നവ്യ. ഒരിക്കൽ നിങ്ങൾ പണം മോഷ്ടിച്ച വീഡിയോ എല്ലാവരും കാണുമ്പോൾ അനാമികയുടെ റൂമിൽ നിന്ന് നിങ്ങളാണ് പണം മോഷ്ടിച്ചതെന്ന് ഇവിടെ എല്ലാവരും അറിയും. നവ്യയുടെ വാക്കുകൾ കേട്ട് ഒരു നിവൃത്തിയുമില്ലാത്ത ജലജ പറയുന്നുണ്ട്, മോനെ നീ എത്രയും പെട്ടെന്ന് തന്നെ പണം ദേവ്യാനിയുടെ റൂമിൽ കൊണ്ടുവച്ചേക്ക്. ഇവിടെ എന്തായാലും കള്ളി അനാമിക തന്നെ, നമ്മൾ ഒരിക്കലും ആകാൻ പോകുന്നില്ല. പിന്നെ നിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ നവ്യ ഇക്കാര്യം ആരോടും പറയാൻ പോകുന്നില്ല. അങ്ങനെ ജലജിയുടെ വാക്കുകൾ കേട്ട് അബി ആരും കാണാതെ ആ പണം അനാമിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം ദേവ്യാനി ആ പണം തൻ്റെ റൂമിൽ കാണുന്ന സമയത്ത് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി അനാമികയുടെ റൂമിൽ ചെന്ന് പറയുന്നുണ്ട്, അപ്പോൾ പറയേണ്ടതുപോലെ പറഞ്ഞാൽ നിനക്ക് പണം തിരികെ വെക്കാൻ അറിയാമല്ലേ? പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമെന്ന് പറഞ്ഞതോടെ നീ ആ പണം തിരികെ കൊണ്ടുവച്ചിരിക്കുന്നു. എന്തായാലും നീ ഒരു പെരുങ്കള്ളി തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. ആ സമയം അനാമിക ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആരായിരിക്കും ആ പണം മോഷ്ടിച്ചത് എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ആലോചിച്ച് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.